ഭൂമിയിൽ നിന്നും മനുഷ്യർക്ക് സഞ്ചരിക്കാവുന്ന ഏറ്റവും അകല എന്ന് പറയുന്ന ഒരു ദൂരത്തേക്ക് ആ സംഘം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1970 അപ്പോളോ 13 സംഘം കുറിച്ച 4,171 കിലോമീറ്റർ എന്ന അകലം അല്ലെങ്കിൽ ആ ദൂരപരിധി ഇപ്പോൾ മറികടന്ന് പുതിയ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് നമ്മുടെ പുതിയ സംഘം ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ഈ സംഘം. മാത്രമല്ല, നമ്മൾക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ചന്ദ്രന്റെ മുഖം, അതിനൊരു മറുഭാഗമുണ്ട്. അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മൾ ആരും ഇതുവരെ കണ്ടിരുന്നില്ല. പക്ഷേ ഇനി മുതൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. മനുഷ്യർ ആ മുഖവും ആ ഭാഗവും നേരിൽ കണ്ടിരിക്കുന്നു. കാരണം ചന്ദ്രനെ ചുറ്റി മടങ്ങി വരികയാണ് നമ്മുടെ പേടകം ചെയ്യുന്നത്. അതിൽ ഇടയിൽ, അതായത് ഭൂമിക്കും ഒപ്പം ചന്ദ്രനും അപ്പുറത്തേക്ക് നമ്മുടെ പേടകം സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നലെ അർദ്ധരാത്രി 12:15 ശേഷം നടന്ന ആ ഒരു സമയത്താണ് ഏതാണ്ട് 44 മിനിറ്റോളം ഭൂമിയിലെ കൺട്രോൾ സെന്ററുമായി യാതൊരുവിധ ബന്ധവുമില്ലാതെ, ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം, ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ഈ പേടകം 44 മിനിറ്റ് ചന്ദ്രനപ്പുറം പോയി സഞ്ചരിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. ആ സമയത്താണ് ചന്ദ്രന്റെ സർഫസിനോട്, ഉപരിതലത്തോട് ഏറ്റവും അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ആ പേടകം വരികയും ചെയ്തത്. 6400 കിലോമീറ്റർ മാത്രം ചന്ദ്രന്റെ സർഫസിൽ നിന്നും ഒരു അകലം സൂക്ഷിച്ചുകൊണ്ടാണ് ആ പേടകം ചന്ദ്രനെ ചുറ്റിക്കറങ്ങി വന്നത്. ആ സമയത്ത് ചന്ദ്രനിലെ ഉപരിതലങ്ങൾ, ഒപ്പം തന്നെ ചന്ദ്രനിലെ ഗർത്തങ്ങൾ, അവ നേരിൽ കണ്ടു നമ്മുടെ ഈ 4 സംഘം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത്, ഒരുപക്ഷെ ശാസ്ത്രം അടുത്തറിയുന്ന അല്ലെങ്കിൽ ബഹിരാകാശ സയൻസ് അടുത്തറിയുന്ന ആൾക്കാർ കാത്തിരിക്കുന്നത് ആ സമയത്ത് അവർ പകർത്തിയ മനോഹരമായ ചിത്രങ്ങളാണ്. വരും മണിക്കൂറുകളിൽ സ്വാഭാവികമായിട്ടും നാസ ആ ചിത്രങ്ങൾ, ആ ദൃശ്യങ്ങളെല്ലാം പുറത്തുവിടും. അതിനായുള്ള കാത്തിരിപ്പിലാണ്. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. ആ 44 മിനിറ്റിന് ശേഷം പുറത്തേക്ക് വരുന്ന സമയത്ത് 2 അത്ഭുതങ്ങൾ അവർക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു. ഒന്നൊരു പൂർണ്ണമായ സൂര്യഗ്രഹണമാണ്. കാരണം ഭൂമിക്കും ചന്ദ്രനും അപ്പുറത്ത്, അല്ലെങ്കിൽ ഈ ഒറൈൻ പേടകത്തിനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് ദൃശ്യമായ സൂര്യഗ്രഹണം അത് അവർ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ഒറൈൻ പേടകത്തിന്റെ പുറത്തുള്ള ക്യാമറ അത് പകർത്തിയിട്ടുണ്ട്. അതൊന്ന് ആ സമയത്ത് സംഭവിച്ച സൺ കൊറോണ എന്ന് പറയുന്ന പ്രതിഭാസം അതവർക്ക് ചന്ദ്രനും അപ്പുറം നിന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ചരിത്രമാണ്. ഒരുപക്ഷെ ആർട്ടിമിസ് 2-ന് ശേഷം നടക്കാൻ പോകുന്ന ആർട്ടിമിസ് 3, ആർട്ടിമിസ് 4 ദൗത്യങ്ങൾക്ക് വലിയ ശക്തി പകരുന്നതാണ് നിലവിൽ ഇപ്പോൾ ഈ പേടകത്തിലൂടെ, ഒറൈൻ പേടകത്തിലൂടെ 4 സംഘം. അത് നമുക്ക് എടുത്തു പറയണം അവരുടെ പേരുകൾ. കാരണം 54 വർഷങ്ങൾക്ക് ശേഷം, അരനൂറ്റാണ്ടിന് ശേഷമാണ് മനുഷ്യർ ഈ രീതിയിൽ ചന്ദ്രൻ അരികിലേക്ക് എത്തിയത്. ഒന്ന് റീഡ് വൈസ്മാൻ ഈ മിഷന്റെ കമാൻഡറാണ്. മറ്റൊന്ന് വിക്ടർ ഗ്ലോവർ, അദ്ദേഹമാണ് ഈ മിഷന്റെ പൈലറ്റ്. മറ്റൊന്ന് ക്രിസ്റ്റീന കോച്ച്, ഒരു മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് അവർ. മാത്രമല്ല ചന്ദ്രൻ അരികിലേക്ക് എത്തുന്ന ആദ്യ വനിത കൂടിയാണ്. ഇനി ഏറ്റവും ഒടുവിൽ കനേഡിയക്കാരനായ ജെറമി ഹാൻസൺ എന്ന് പറയുന്ന മിഷൻ സ്പെഷ്യലിസ്റ്റ്. ഈ 4 പേരാണ് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് പോയി ചന്ദ്രനെ ചുറ്റിക്കറങ്ങി തിരികെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതൊരു ടെസ്റ്റ് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ കൂടിയാണ് എസ്